വയനാട്ടിൽ. യെസ്, അതാണ് വയനാട്ടിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അതാണ് കാരണം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രിയും മറ്റുള്ളവരൊക്കെ ഇവിടെ വന്ന് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദർശനം പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ നിരാശ ഉണ്ടാക്കിയിരുന്നു. വയനാട്ടിലെ ആ ദുരന്തം, ആ ഉരുൾപൊട്ടലുണ്ടായ അവിടുത്തെ ആ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു വഞ്ചനയായിട്ട് വേണം ഇപ്പോൾ അതിനെ കാണാൻ. വളരെ നിരാശയായിപ്പോയി. നിരാശാജനകമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. LDF-ഉം UDF-ഉം കൂടിയിട്ട് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഒരുമിച്ചുള്ളൊരു സമരത്തിൻ്റെ സാധ്യത എത്രത്തോളം? വയനാട് നമ്മൾ എല്ലാ കാര്യവും ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. വയനാട്ടിൽ ആ ഉരുൾപൊട്ടലുണ്ടായ നിമിഷം തൊട്ട് ഇവിടെ ജാതിയോ കക്ഷിയോ മതമോ ഒന്നും നോക്കാതെയാണ് എല്ലാവരും അതിൽ സജീവമായിട്ട് അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിയത്. പിന്നെ ചിലപ്പോൾ ഇത് യാദൃശ്ചികമായിട്ടായിരിക്കും ഈ ഹർത്താലിൽ ഒരുമിച്ച്, അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണത്. BJP നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർത്തിട്ടുണ്ട്. വലിയ പ്രകോപനപരമായ പല പരാമർശങ്ങളും നടത്തി വിവാദമൊക്കെ ആയിട്ടുള്ള നേതാവാണ് സന്ദീപ് വാര്യർ. അപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുന്നതിന് എങ്ങനെയാണ് ലീഗ് കാണുന്നത്? ലീഗ് എന്നല്ല, അതൊരു മതേതര സമൂഹം എങ്ങനെ വിരുത്തുന്നു എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. സന്ദീപ് വാര്യർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അദ്ദേഹം മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി വന്ന് മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വർഗീയ ഫാസിസം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് വാര്യരൊക്കെ പോലെയുള്ള ചിന്തിക്കുന്ന ആളുകൾ അവരൊക്കെ പിന്നെ മതേതരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നല്ല കാര്യമാണ് സന്ദീപ് വാര്യർ ചെയ്തത്. ഈ നേരത്തെ മൂപ്പര് പറഞ്ഞ പല പരാമർശങ്ങളും വലിയ വിവാദമാണ്. പ്രത്യേകിച്ച് കാശ്മീരിലെ മുസ്ലിങ്ങളെ ഫയറിട്ട് കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഫേസ്ബുക്കിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അതെ, അതിൽ നിന്നൊക്കെ അദ്ദേഹം മനസ്സ് മാറിയിട്ടാണല്ലോ കോൺഗ്രസിലേക്ക് വരുന്നത്. എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലാവരും ഒരേ കാര്യം ചിന്തിക്കില്ലല്ലോ, മാറ്റങ്ങൾ വരും. ആ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൽ വന്നത്. അദ്ദേഹത്തിന് മതേതര മനോഭാവം ഉണ്ടാകും തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സ് മാറിയിട്ടുണ്ട്. മതേതര മൂല്യങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഞങ്ങളെ ഈ മുനമ്പം വിഷയത്തിൽ ആ ഭൂമി വഖഫ് ഭൂമി തന്നെയാണെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അതങ്ങനെ കൈമാറാൻ പാടില്ല എന്നും തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് മുനമ്പം വിഷയത്തിൽ സംസ്ഥാന നേതാവ് ഫേസ്ബുക്കാണ് ആ അഭിപ്രായം പറയുന്നത്? എന്താണ് മുനമ്പം വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ കോഴിക്കോട്ട് 2 ആഴ്ച മുമ്പ് യോഗം ചേർന്നു. എല്ലാവരും ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ആ കാര്യത്തിൽ അവിടെ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു പരിഹാരം കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് വസ്തുതാപരമായിട്ട് എന്നതുപോലെ നിയമപരമായിട്ട് ഈ 2 കാര്യങ്ങളിലും ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് ഗവൺമെൻറ് അത് ചെയ്യണം. ഗവൺമെൻറ് അതിൻ്റെ എല്ലാ പിന്തുണയും മുസ്ലിം സംഘടനകൾ കൊടുത്തിരിക്കുകയാണ്. അതൊന്നും മറുപടി അറിയിക്കാത്തതാണ്.